വിശദമായ വാർത്തകളിലേക്ക്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെ സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കി. മുൻ KTUVC ഡോക്ടർ രാജശ്രീ MS പുതിയ സീനിയർ ജോയിന്റ് ഡയറക്ടർ. ഇതോടെ സിസ തോമസിന് തസ്തിക നഷ്ടമായി. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്? കമലേഷ്, KTU വിഷയത്തിൽ താൽക്കാലിക VC സിസ തോമസിനെതിരെ ശിക്ഷാ നടപടിയുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ ഈ KTU വിഷയത്തിൽ ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് താൽക്കാലിക VC സിസ തോമസിനെതിരെ ശിക്ഷാ നടപടിയുമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ശിക്ഷാ നടപടി എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു സിസ തോമസ്. ആ പദവിയിലിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ KTUവിന്റെ താൽക്കാലിക VC ചുമതല സിസ തോമസ് ഏറ്റെടുത്തത്. ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെയും അതുപോലെ തന്നെ സർവീസ് ചട്ടത്തിന്റെയും ലംഘനമായി കണ്ടുകൊണ്ടാണ് സിസ തോമസിനെതിരെ ഇപ്പോൾ ശിക്ഷാ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ചുമതല ഏറ്റെടുക്കുമ്പോൾ സിസ തോമസ് സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സിസ തോമസിനെ നീക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനവും എടുത്തിരിക്കുന്നത് ഡോക്ടർ രാജശ്രീ MS പുതിയ സീനിയർ ജോയിന്റ് ഡയറക്ടറാക്കിയും സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം, നേരത്തെ രാജശ്രീ MS ആയിരുന്നു KTUവിന്റെ VC ആയിരുന്നത്. അവിടെ അവർ KTU VC ആയിരുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതി വിധി വരികയും തുടർന്ന് VC സ്ഥാനത്ത് നിന്ന് പുറത്തു പോവേണ്ടി വന്നത്. ആ രാജശ്രീ MS സീനിയർ ജോയിന്റ് ഡയറക്ടർ ആക്കുകയും അതേസമയം തന്നെ ജോയിന്റ് ഡയറക്ടർ ആയിരുന്ന ഈ പറഞ്ഞ സിസ തോമസിനെ ആ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തുകൊണ്ടാണ് സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. മാർച്ചിൽ വിരമിക്കാനിരിക്കെയാണ് സിസ തോമസിന് ഇപ്പോൾ തസ്തിക നഷ്ടമായിരിക്കുന്നത്. സിസ തോമസിന്റെ തസ്തിക പിന്നീട് തീരുമാനിക്കുമെന്ന ഒരു വിശദീകരണമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ KTU വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും ഒരു ഏറ്റുമുട്ടലിലായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ തുടക്കം മുതൽ തന്നെ ഗവർണർക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു താൽക്കാലിക VC ആയിരുന്ന ഈ സിസ തോമസ്. ഈ ഒരു ഏറ്റുമുട്ടലിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു സിസ തോമസിനെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് ചില പ്രമേയങ്ങൾ പാസാക്കിയ നടപടി ഗവർണർ സസ്പെൻഡ് ചെയ്തത്. ആ ഗവർണറുടെ തീരുമാനം വന്ന് 24 മണിക്കൂർ പോലും ആകുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരും മറ്റൊരു തരത്തിൽ സിസ തോമസിനെതിരെ നടപടി സ്വീകരിച്ച് ഏറ്റുമുട്ടൽ കടുപ്പിച്ചിരിക്കുന്നത്. ശരത്, ഈ വിഷയത്തിൽ ഇത്തരമൊരു നടപടി സർക്കാർ സ്വീകരിക്കുമ്പോൾ ഈ സിസ തോമസിനെതിരായ നടപടി എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ഇപ്പം ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സെനറ്റ് പ്രതിനിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ സർക്കാരിനെതിരെ ഗവർണർ നിൽക്കുമ്പോൾ സിസ തോമസിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗവർണർക്കെതിരായ ഒരു നീക്കം കൂടിയായി വിലയിരുത്തണ്ടേ? അങ്ങനെ തന്നെയാണ്. ഇത് ഗവർണർക്ക് കൂടിയുള്ള ഒരു മറുപടി, ഗവർണറുടെ കഴിഞ്ഞ ദിവസത്തെ തീരുമാനം, അതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ കൂടി വേണം സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ കാണാൻ. ഗവർണർ ഈ സിസ തോമസിനെ താൽക്കാലിക VC സ്ഥാനത്ത് നിൽക്കുന്ന സിസ തോമസ് തൽക്കാലം പദവി ഒഴിയേണ്ടതില്ല എന്ന നിലപാടിലാണ് ഗവർണർ ഉള്ളത്. സംസ്ഥാന സർക്കാർ ഈ സാങ്കേതിക സർവകലാശാലയ്ക്ക് പുതിയ VCയെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു 3-അംഗ പാനൽ നൽകിയിരുന്നു. പക്ഷേ ആ പാനലിൽ നിന്ന് പെട്ടെന്ന് നിയമനം ഗവർണർ നടത്താൻ സാധ്യത കാണുന്നില്ല. പകരം സിസ തോമസ് തൽക്കാലം ഈ ഒരു പദവിയിൽ നിൽക്കട്ടെ എന്ന ഒരു സമീപനം, അതാണ് ഈ വിഷയത്തിൽ ചാൻസലറായ ഗവർണർക്കുള്ളത്. അങ്ങനെ ചാൻസലറായ ഗവർണർ സിസ തോമസിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഗവർണർക്ക് കൂടി ഒരു മറുപടി എന്ന നിലയിൽ ഈ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ശരത്, ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നടക്കം ഗവർണർക്കെതിരെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഗവർണർ ഇത്തരമൊരു നിയമനം നടത്തുക സർക്കാർ അറിയാതെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശമില്ലാതെ എന്ന വിഷയത്തിലടക്കം? അപ്പോൾ ഇനി സർക്കാർ ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അതിന്മേൽ ഗവർണർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് കരുതാനാകുമോ? ഇത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, ഇത് KTUവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായി ഗവർണർക്ക് ഈ ഇപ്പോഴത്തെ നടപടിയിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടി പറ്റില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് സിസ തോമസ് കഴിഞ്ഞ ഈ VC സ്ഥാനത്ത് ചുമതല ഏൽക്കുന്നതിന് മുൻപ് അവരുണ്ടായിരുന്നത്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ
അവരുടെ വകുപ്പ് തലത്തിൽ ഉണ്ടായ ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് നേരിട്ട് ഇപ്പോൾ സർക്കാർ എടുത്ത ഇവരെ ഈ തസ്തികയിൽ നിന്ന് നീക്കിയ നടപടിയിൽ ഇടപെടാൻ വേണ്ടി പറ്റുകയില്ല. പകരം മറ്റ് വിഷയങ്ങളിൽ സർക്കാരിനോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ വേണമെങ്കിൽ ഇത് ഗവർണർക്കെതിരായ ഒരു പ്രകോപനമായി കണ്ട് വേണമെങ്കിൽ ഗവർണർക്ക് അത്തരമൊരു നീക്കം നടത്താവുന്നതുമാണ്. വ്യക്തമാണ് ശരത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസിനെ സാങ്കേതിക വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു. മുൻ KTUVC ഡോക്ടർ രാജശ്രീ MS പുതിയ സീനിയർ ജോയിന്റ് ഡയറക്ടറായി ചുമതല ഏൽക്കുന്നു. ശരത് കെ ശശിയാണ് വിശദാംശങ്ങൾ നൽകിയത്.